വണക്കം മകളെ. അപ്പോൾ ഗേസ് നമുക്കില്ലേ ശബരിമലയ്ക്ക് ഒരു ട്രിപ്പ് പോകാം ഗേസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്ലാൻ ചെയ്ത് ഒരു കാര്യത്തിനാണ് ഗേസ്. ഈ വണ്ടി പോകണ്ട, നമുക്ക് നമ്മുടെ ലക്ഷൂറിയസ് വണ്ടി പോവാം ഗേസ്. നമുക്ക് ഈ വണ്ടി കയറി പോവാം. നമ്മുടെ ലാൻഡ് ക്രൂസർ അതിൻ്റെ കളർ ജസ്റ്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്, വെള്ളയാക്കിയിട്ടുണ്ട് ഗേസ്. എന്താണെന്ന് വെച്ചാൽ ആ വണ്ടി ബ്ലാക്ക് ഫുൾ ഇല്ല, ഇത് പുതിയ വണ്ടിയാണ് ഗേസ്. മറ്റേ വണ്ടി ഒരു ബുഗാട്ടിക്കാരെ പാഞ്ഞു വന്ന് എൻ്റെ വണ്ടിയിലോട്ട് ഇടിച്ച്. ഒരു പുള്ളിക്കാരൻ തന്നെ എനിക്ക് വണ്ടി വാങ്ങിച്ചു തന്ന്. ആരെയും ഇടിച്ചിട്ട് നത്തിങ് ഇഷ്യൂസ് നമുക്കങ്ങനൊന്നുമില്ല. അപ്പോൾ ഗേസ് നമുക്ക് ശബരിമലയ്ക്ക് പോവാം. ഇനി മാലയൊക്കെ ഇടണം ഗേസ്. അതൊന്നും വേണ്ട, നമുക്കങ്ങ് പോവാം ഗേസ്. ശബരിമല വാഴും ശ്രീ ശരണമയ്യപ്പ. അപ്പം ഗേസ് നിങ്ങൾ വിചാരിക്കും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമ്മളൊരു ബസ് വാടകയ്ക്ക് എടുക്കാൻ പോവുക ഗേസ്. ആ ബസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ചിലവർക്കൊക്കെ അല്ല, എല്ലാവർക്കും അറിയാതെ. നമ്മുടെ കൊമ്പൻ ബസ്. കൊമ്പനൊന്നും അല്ല ഗേസ്, ഏതോ ഒരു പാട്ടപ്പൊളി ബസ്സൊക്കെയാണ്. അല്ല, അവിടെ നല്ല ബസ്സുണ്ടെങ്കിൽ നമ്മൾ അതെടുക്കും ഗേസ്. കറുത്ത ബസ്സെങ്കിൽ കറുത്ത ബസ്. ശബരിമലയ്ക്ക് കറുത്ത വണ്ടിയിൽ തന്നെ നമ്മൾ പോവും. പിന്നല്ല ഗേസ്, നിങ്ങൾക്കിപ്പോൾ ബസ് കാണാൻ പറ്റുമായിരിക്കും. ഇതെന്തോ കാണിക്കുന്ന ഇയാൾ? അണ്ണാച്ചി വല്ലതും കൊടുങ്ക അണ്ണാച്ചി. ഒരു 1000 രൂപ അടിച്ചോ? അയാൾ സ്കൂട്ടായി ഗേസ്, ആ ബൈക്കും കൊണ്ട്. അയാൾ പറ്റിച്ച തന്നെ ഗേസ്. ഇവിടെ 3 വണ്ടികൾ കിടക്കുന്നുണ്ട്. നമുക്ക് വണ്ടി ഏത് വാങ്ങിക്കണമെന്ന് തീരുമാനിക്കാം. വണ്ടി വാങ്ങിക്കാമല്ലോ, ജസ്റ്റ് റെൻ്റ് എടുക്കുന്നു, അത്രയോ വാങ്ങിക്കുന്നൊന്നുമില്ല. വണ്ടി വാങ്ങിച്ചിട്ട് ചുമ്മാ എന്തിനാ? അല്ല, ഒരെണ്ണം വാങ്ങിക്കുക ഗേസ്. ഇത് നമ്മുടെ കട ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ സക്കത്തർവായുടെ കട. സക്കത്തർവായിക്ക് എല്ലാ ബിസിനസ്സും ഉണ്ട്. അത് കാരണമല്ലേ സക്കത്തർവായി ഇവിടുത്തെ 2ാമത്തെ ആൾ, പ്രസിഡൻറ്റ്. നമ്മൾ പ്രസിഡൻ്റ് അല്ല, ഒരു മെയിൻ മാത്രമേ ഉള്ളൂ. സക്കത്തർവായി ഇനി എവിടെയാണെന്നാ? എൻ്റെ സക്കത്തർവായി എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. സക്കത്തർവായി ഇങ്ങ് ചെറുപ്പം ചെന്ന് കേട്ടോ. എടാ ഒന്ന് പോടാ. എന്നിട്ട് പിന്നെ സക്കത്തർവായി എനിക്കൊരു വണ്ടി വാങ്ങിക്കണം. വാങ്ങിക്കാനോ? ഏത് വണ്ടിയാടാ വേണ്ടേ? ഈ കറുത്ത വണ്ടിക്ക് എത്ര? അതിന് ഒരു 2 ലക്ഷം. ഈ നീല അതിന് 3 ലക്ഷം. ഇതിന് 45 ലക്ഷം. 45 ലക്ഷമോ? എനിക്ക് ബ്ലാക്ക് ആകേസ് ഇഷ്ടപ്പെട്ടത്. നമുക്ക് ബ്ലാക്ക് വാങ്ങിക്കാം. സക്കത്തർവായി ഞാൻ ഈ ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. വണ്ടി സക്കത്തർവായി ഇയാളിവിടെ കിടന്ന് ഉറങ്ങിയോ? സക്കത്തർവായി ബൈ. അയ്യോ ബൈ. എനിക്ക് ആ വണ്ടിയാണ് വേണ്ട കേട്ടോ. നീ ഇല്ലടാ, നാളെ നിൻ്റെ വീട്ടിലോട്ട് നീ വന്ന് നാളെ എപ്പോഴെങ്കിലും വണ്ടി എടുത്തോണ്ട് വെക്കോ. സക്കത്തർവായി ഇവിടെ നിങ്ങളെന്തോ സക്കത്തർവായി ഇവിടെയൊക്കെ കിടക്കുന്നേ? എടാ എനിക്ക് വേടാ. സക്കത്തർവായി പോയി കേസ്. അതൊന്നും കുഴപ്പമില്ല. ആ വണ്ടി കറുത്ത ഇത് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ. നമുക്ക് നാളെ വന്ന് വണ്ടി ഡെലിവറി എടുക്കാം കേസ്. എന്താണെന്ന് വെച്ചാൽ നാളെ വൈകിട്ട് വരാം കേസ്. ഈ വണ്ടി അപ്പോൾ ലാൻഡ് ക്രൂസർ അപ്പോൾ ഒരുമാതിരി ആവത്തില്ല. ലാൻഡ് ക്രൂസർ നമ്മളപ്പോൾ അങ്ങനെ എടുക്കാൻ ഗേസ്. പിറ്റേ ദിവസം ഞാൻ വണ്ടി എടുക്കാൻ വന്നപ്പോൾ ഏതൊരു വണ്ടി അവിടെ കത്തി കിടക്കുന്നു കേസ്. നമ്മുടെ വണ്ടി പക്ഷേ ഇവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്. വണ്ടി ആരോ എടുത്തോണ്ട് പോയി കേസ്. അപ്പം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഈ വലിയ വണ്ടിയിൽ നമ്മൾ മാത്രം പോകാനോ? ഈ ഇത് പോറില്ലേ? നമുക്ക് ആരെങ്കിലും കൂടെ വിളിക്കാം കേസ്. നമുക്ക് സക്കത്തർവായിനെ വിളിക്കാം കേസ്. പക്ഷേ സക്കത്തർവായിക്ക് താല്പര്യമില്ല. സക്കത്തർവായി വരുന്നില്ലെന്നാ കേസ് ഞാൻ ആദ്യം ചെന്നപ്പോൾ പറഞ്ഞേ. അപ്പം ഒത്തിരി വയസ്സായ ആൾക്കാരെയൊക്കെ നമുക്ക് വിളിക്കാം. അവർക്ക് ശബരിമലയിൽ പോകണമെന്നൊരാഗ്രഹം. ആരും പക്ഷെ അവരെ കൊണ്ടുപോയില്ല. അതിനാണ് ഈ മാതൃകയാകാൻ ഞാൻ. പക്ഷേ മാതൃക എന്താ ഗേസ്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ എവിടെ സ്ഥലം? നമ്മുടെ വീട് നല്ല ലുക്കില്ലേ ഗേസ് നമ്മളെ വണ്ടി കാണാൻ. വണ്ടിയുടെ പേര്
സിറ്റി ബസ് RGS അങ്ങനെ ഉണ്ടോ? ഗായ്സ് ഭയങ്കര പാടായി വണ്ടി ഡ്രൈവ് ചെയ്യാൻ. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് തിരിച്ചിടാം കേസ് വണ്ടി. ഇത് തിരിക്കുന്നതിന് എന്തോ പാടാന്നാ. പിന്നെ ഗായ്സ് ആർക്കും നമ്മുടെ പേരറിഞ്ഞൂടെ ഗായ്സ്? നമ്മുടെ പേര് മാരി. ആർക്കും ഇതുവരെ നമ്മുടെ പേരറിഞ്ഞൂടാ. അതെന്തോ കഷ്ടോ. മാരി. നമ്മൾ ആ വണ്ടി ഇത്രയും കഷ്ടപ്പെട്ടത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. എല്ലാം ഫ്രീയാണ് നമുക്കും സക്കത്തർബായിക്കും. അതാണ് നമുക്ക് ഇനി അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം കേസ്. കമ്പ്യൂട്ടർ വഴി ഒത്തിരി കാര്യങ്ങൾ ഞാൻ എടുക്കട്ടെ. ആദ്യം ഒരു മെസ്സേജ് അങ്ങ് അയക്കട്ടെ കേസ്. കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് മെസ്സേജ്. ഇനി നമുക്ക് ഇവിടെ കയറി ഒത്തിരി പണികളുണ്ട്. എൻ്റെ മോനെ പണി തുടങ്ങിയിട്ട് ഒത്തിരി നേരമായി കേസ്. നാട് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അവർ വരുന്നെങ്കിൽ വന്നോട്ടെ. രാത്രിയായി. പക്ഷെ നാളെ വൈകിട്ട് നമ്മൾ പോകുന്ന കേസ്. ഞാൻ മാലയൊക്കെ ഇട്ടായിരുന്നു. എന്താ നമ്മുടെ വണ്ടി. എൻ്റെ അത് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണമെന്നുണ്ട്. പക്ഷേ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ എല്ലാം അങ്ങ് താഴെ വീഴുക കേസ്. എന്താ ചെയ്യാൻ. ഇനി കേസ് നമുക്കില്ല. രാവിലെ ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് നോക്കട്ടെ കേസ് ഞാൻ. അതാ ഇവിടെ എടുത്ത് നോക്കട്ടെ കേസ്. ഇതെന്തു കാണിക്കുന്നേ ഞാൻ? ഇതെന്തു കാണിക്കുന്നേ? ഗൈസ് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് രാവിലെ കിടന്ന് ഉറങ്ങാം. രാത്രി കിടന്ന് ഉറങ്ങാം. ഓക്കെ ഗൈസ്, ഞാൻ ബെഡ്റൂമിലാണ് കിടന്ന് ഉറങ്ങുന്നത്. കാരണം ബെഡ്റൂമിൽ തന്നെയല്ലേ നമുക്ക് കിടക്കാൻ പറ്റൂ. ശരി ഗൈസ്, ഗുഡ് നൈറ്റ്. അണ്ണ കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ. അപ്പം വല്ല അണ്ണ വണ്ടി കയറണ അണ്ണ. ശരിയാണോ ഗൈസ്? നമ്മൾ പിറ്റേ ദിവസമായി ഗൈസ്. നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് തൊട്ട് മുന്നേ ഇറങ്ങി ഗൈസ്. ഈ അണ്ണൻ പറഞ്ഞ് ഞാനും എല്ലാവരും വരുന്നുണ്ടെന്ന്, ഈ സിറ്റിയിലെല്ലാവരും. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന ഗൈസ്. കാരണം എല്ലാവരെയും പോയി വിളിച്ചുകൊണ്ട് വരും ഇപ്പം. പക്ഷേ ഗൈസ് ഇതിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പം ആരെയും അല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഇങ്ങനെ അകത്തോട്ട് കയറി. അപ്പം അകത്ത് ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കത് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് നമ്മുടെ സക്കത്തർബായി വെച്ച പുതിയൊരു ഫീച്ചർ. എന്താണെന്ന് വെച്ചാൽ MVD എല്ലാം പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഗേസ് ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല. നമുക്ക് പോവാം ഗേസ്. പോവാന്നല്ല, വണ്ടി നമ്മളിത് ഇവിടെ തന്നെ പാർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ പാർക്ക് ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ലേ. എന്തായാലും നമ്മൾ രാത്രിയൊക്കെ ആവും ഇവിടുന്ന് ഇറങ്ങാൻ. അപ്പം നമുക്ക് വണ്ടി ഇങ്ങനെ ഇടാം. ഓ മൈ ഗാഡ്, കൊള്ളാലോ ഇത്. ഗൈസ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് നോക്കി നിങ്ങൾ. രണ്ട് ഗ്ലാസിൻ്റെ ഒക്കെ ലുക്ക്. എൻ്റെ മോനെ വിഷയം. ഓക്കെ ഗൈസിന് രാത്രി വന്നിടം വരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് വണ്ടി കയറിയിരിക്കാം കേസ്. വണ്ടി ഫുൾ AC, അതാണ് വിഷയമല്ല. ഇപ്പം കേസ് ഞാൻ വണ്ടി താഴെ പോയി. അറിയാതെ ഞാൻ വണ്ടി താഴെ ഇട്ടിട്ടുണ്ട്. ഇതാരാടാ ഇയാൾ ചാവാൻ പോകുന്ന കേസ്. ഞാൻ ഇപ്പം തൊട്ടിരിക്കണം. അയാളിതാ പോകുന്നത്. അയാളാ മനുഷ്യനെ മനസ്സമാധാനമായിട്ടിരിക്കാനും സമ്മതിക്കത്തില്ലേ. കേസ് വണ്ടി താഴെ പോയി. അയ്യോ ഞാൻ പേടിച്ചു വേണ്ടി കഴിപ്പോയപ്പം. വണ്ടി കുഴിയിലോട്ടാ കേസ് പോയ. അതൊന്നും വിഷയമാക്കണ്ട. ഇപ്പം നമുക്ക് വണ്ടി തിരിച്ചൊന്നും വേണോ കേസ്? തിരിച്ചിട്ടേക്കല്ലേ? അല്ലേ വേണ്ട, ഇങ്ങനെ കണക്കെട്ടെ. ഗൈസ് നമ്മുടെ സക്കത്തർബായും വന്നിട്ടുണ്ട്. അപ്പോൾ സക്കത്തർബായി എങ്ങനെ എടുക്കട്ടെ വണ്ടി? ആടാ എടുത്തോ.
പിന്നെ ഒത്തിരി ആൾക്കാരകത്തിരിക്കുന്നു, പക്ഷെ നിങ്ങൾക്ക് കാണാൻ വരുന്നില്ല അല്ലേ? സക്കത്തർവായുടെ പുതിയ സ്റ്റിക്കർ അല്ലേ സക്കത്തർവായി? ആടാ ആടാ ആടാ, ഞാൻ നിൻ്റെ കൂടെ ഫ്രണ്ട് ഇരിക്കാം. ഞാനാണ് ഇവിടുത്തെ കണ്ടക്ടർ. എന്നെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തോളൂ ഗൈസ്. പിന്നെ നമ്മൾ 2 day ട്രിപ്പൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതാകുമ്പം ഈ വണ്ടിയുടെ ലൈറ്റൊക്കെ നോക്കിയാൽ 2 day ട്രിപ്പാണ് ഗൈസ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഒത്തിരി ദിവസം എടുക്കും. നമ്മൾ പളനിയിലും കൂടെ കയറാനാണ് ഗൈസ് 2 day ട്രിപ്പ് എടുക്കുന്നത്. അപ്പോൾ ഗൈസ് വണ്ടി എടുത്തിട്ടുണ്ട്. പാട്ട് ഏതിടും? ഓക്കെ, ഇട്ടോടെ സക്കത്തർവായി. ആടാ ഓക്കെ, ഞാൻ ഇപ്പം ഇടാം. മലയുടെ മേൽ വാഴും മയിൽ വാഹന ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പോകാൻ പല വഴി താണ്ടി ദുരിതങ്ങൾ തേടി ഇവിടത്തി മോഹങ്ങൾ ചൊല്ലിടാനായി മനസ്സിലെ കോവിലിൽ തുടിക്കുന്ന മുരുകന് ഹരോഹര ഹര ഹരോഹര പഴനിയിൽ മുരുക കലിയുഗ വരദ മലയുടെ മേൽ വാഴും മയിൽ വാഹന ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പോകാൻ പഴനിയിൽ മുരുക കലിയുഗ വരദ മലയുടെ മേൽ വാഴും മയിൽ വാഹന ശരവണ പൊയ്കയിൽ കുളി കഴിഞ്ഞെത്തി കിളിക്കൊഞ്ചൽ പൊഴിക്കും നിൻ പദങ്ങൾ പോകാൻ വാദ്യമേളം കൂട്ടി കാവടിയും തുള്ളി അന്തിപ്പണ്ടാരം മുമ്പിൽ വരുന്നു ഞങ്ങൾ DJ Sachu KS ദേവദേനപതിയായി താരകന്റെ നിഗ്രഹത്തിനണയും ദേവാ ആയുധമേലിൽ ശക്തി കൂട്ടും മുരുക കാലത്തിൻ ശക്തിയെ മുരുക അയ്യോ ഗായ്സ്, ഞാൻ ഇല്ലേ എൻ്റെ എന്തോ ഒരു സംഭവം എടുക്കാം, എൻ്റെ മൊബൈൽ എടുക്കാൻ ഞാൻ മറന്നുപോയി. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലോട്ടാണ് കേസ് പോകുന്നത്. അവിടുന്ന് പിന്നെ ഇച്ചിരി ദൂരേ ഉള്ളൂ. പിന്നെ ഭയങ്കര രാത്രി. ഈ വണ്ടിക്ക് നല്ല ഒരു ലൈറ്റ് ഉണ്ട് കേസ്. ഗായ്സ് പിന്നെ ഒന്നുമില്ല കേസ്. പിന്നെ ഗായ്സ് എൻ്റെ വീട് താണ്ടിരിക്കുന്നു. ഇതാ എൻ്റെ കൂടെ വീട്. ഇതല്ല അത്. ആണാ, എനിക്ക് മനസ്സിലായി. 5-6 തമിഴന്മാരൊക്കെ വണ്ടി കയറിയിരിക്കുന്നത്. വണ്ടി അകത്തോട്ട് കയറ്റിയിടണ്ട, ഞാൻ ഇവിടെ പാസ് ചെയ്യുക. ഓക്കെ, പൊസിഷൻ കറക്റ്റായില്ല. അങ്ങനൊക്കെ മതി കേസ്. ഞാൻ ഓടിപ്പോണ്ട് പേഴ്സ് എടുത്തോണ്ട് വരട്ടെ. ഇതേതാ വണ്ടി? ഇതേതാ വണ്ടി? സക്കത്തർവായി ഇതേതാ വണ്ടി? അയ്യോടാ, സോറിടാ, ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ വണ്ടി അവിടെ കള്ളം കയറി. അത് കാരണം ഞാൻ നിൻ്റെ വീട്ടിലോട്ട് എടുത്തിട്ട്. നിൻ്റെ വീട് പിന്നെ സേഫാണല്ലോ. എന്തെങ്കിലും ആയിക്കോട്ടെ, പേഴ്സ് എടുത്തിട്ട് നമുക്ക് സ്ഥലം ഇടാം ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ പേഴ്സ് എടുത്തിട്ടുണ്ട്. എൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് പണ്ണുങ്കോ. ഓക്കെ, അപ്പം